ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുൾ സ്റ്റാക്ക് സൊല്യൂഷൻസ്. നമ്മൾ കാറ്റഗറി മാനേജ്മെൻറ്റിൽ പാർട്ട് 4 ആണ്. നമുക്ക് കാറ്റഗറി എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലിസ്റ്റും അൺലിസ്റ്റും ബട്ടൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് എഡിറ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അവിടെ നമുക്ക് റൂട്ട് സെറ്റ് ചെയ്യാം. /admin എഡിറ്റ് കാറ്റഗറി. ദെൻ നമുക്ക് ക്വറി പാരാമീറ്ററിൽ നമുക്ക് കാറ്റഗറി ഐ ഡി പാസ് ചെയ്യാം. റൂട്ട് സെറ്റ് ചെയ്യാം. റൂട്ടർ ഡോട്ട് ഗെറ്റ് എഡിറ്റ് കാറ്റഗറി. ആദ്യം നമുക്ക് കാറ്റഗറി എഡിറ്റ് ചെയ്യാനുള്ള പേജ് റെൻഡർ ചെയ്യണം. admin.auth കാറ്റഗറി കൺട്രോളർ ഡോട്ട് ഗെറ്റ് എഡിറ്റ് കാറ്റഗറി. നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് ഗെറ്റ് എഡിറ്റ് കാറ്റഗറി. നമുക്കാദ്യം ക്വറി പാരാമീറ്ററിലുള്ള മറ്റേ കാറ്റഗറി ഐ ഡി നമുക്ക് ആക്സസ് ചെയ്യാം. നമ്മൾ ഐ ഡി യൂസ് ചെയ്തിട്ട് കാറ്റഗറി ഫൈൻഡ് ചെയ്യുന്നു. ദെൻ ആ കാറ്റഗറി എഡിറ്റ് ചെയ്യാനുള്ള പേജ് നമ്മൾ റെൻഡർ ചെയ്യുന്നു. എഡിറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞ ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് നമ്മൾ ഫൈൻഡ് ചെയ്ത കാറ്റഗറി പാസ് ചെയ്യണം. നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇതാണ് എഡിറ്റ് കാറ്റഗറി പേജ് വരുന്നത്. ഈ പേജ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള റൂട്ട് സെറ്റ് ചെയ്യാം. admin എഡിറ്റ് കാറ്റഗറി. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കാറ്റഗറി ഐ ഡി ഇവിടുന്ന് പാസ് സബ്മിറ്റ് ആവണം. ഐ ഡി നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യുന്നു. സോ ഈ പേജിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നെയിമും ഡിസ്ക്രിപ്ഷനും ഡിസ്പ്ലേ ചെയ്യണം. സോ
ആണ് നമ്മൾ നെയിം ആക്സസ് ചെയ്യുന്നു. കാറ്റഗറി ഡോട്ട് നെയിം. ഡിസ്ക്രിപ്ഷൻ്റെ ടെക്സ്റ്റ് ഏരിയയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഡിസ്പ്ലേ ചെയ്യുന്നു. then അവിടെ നിന്നായിരിക്കും കാറ്റഗറീസ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് റൂട്ടർ ഡോട്ട് പോസ്റ്റ് എഡിറ്റ് കാറ്റഗറി നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന ഐ ഡി ഇവിടുന്ന് ഡൈനാമിക് റൂട്ടിൽ നമ്മൾ റിസീവ് ചെയ്യുന്നു ഐ ഡി. എഡിറ്റ് കാറ്റഗറി. നമ്മൾ റിസീവ് ചെയ്ത ഡൈനാമിക് റൂട്ടിൽ റിസീവ് ചെയ്ത ഐ ഡി നമ്മൾ ഇവിടെ ആക്സസ് ചെയ്യുന്നു. റിക്വസ്റ്റ് ഡോട്ട് പാരാംസ് ഡോട്ട് ഐ ഡി. ദെൻ ബോഡിയിൽ നിന്ന് കാറ്റഗറി നെയിമും ഡിസ്ക്രിപ്ഷനും നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്തെടുക്കണം. അത് കാറ്റഗറി എക്സിസ്റ്റിംഗ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട് എൻഡിലോട്ട് ഒരു എറർ പാസ് ചെയ്യണം. പ്ലീസ് എൻ്റർ അനദർ നെയിം എന്നുള്ള രീതിയിൽ. കാറ്റഗറി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട് എൻഡിലോട്ട് ഒരു JSON മെസ്സേജ് പാസ് ചെയ്യാം. ഇനി നമുക്ക് കാറ്റഗറി
അപ്ഡേറ്റ് ചെയ്യാം ഡാറ്റാബേസിലോട്ട്. സോ അതിന് വേണ്ടിയിട്ട് await കാറ്റഗറി ഡോട്ട് ഫൈൻഡ് ബൈ id ആൻഡ് അപ്ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് id പാസ് ചെയ്യുന്നു. ദെൻ നെയിമും നമ്മൾ പുതിയതായിട്ട് എൻ്റർ ചെയ്ത നെയിമും ദെൻ നമ്മൾ എഡിറ്റ് ചെയ്ത ഡിസ്ക്രിപ്ഷനും കൂടി അപ്ഡേറ്റ് ചെയ്യുന്നു. നമുക്കൊരു ആർഗ്യുമെൻറ്റും കൂടി പാസ് ചെയ്യാം. ന്യൂ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അതിൻ്റെ റിട്ടേൺ ഡോക്യുമെൻ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റിട്ടേൺ വരും. സോ അല്ലെങ്കിൽ വിത്തൗട്ട് അപ്ഡേറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് റിപ്ലൈ വരുന്നത്. സോ അത് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യണത്. ദെൻ അപ്ഡേറ്റ് കാറ്റഗറിക്ക് ശേഷം നമുക്ക് റീഡയറക്റ്റ് ചെയ്തിട്ട് കാറ്റഗറി പേജിലോട്ട് പോകണം. എക്സ്പോർട്ട് ചെയ്യാൻ ഈ ഫംഗ്ഷൻ എഡിറ്റ് കാറ്റഗറി. സോ അങ്ങനെ നമ്മൾ രണ്ട് ഫംഗ്ഷനും ഡിഫൈൻ ചെയ്തു. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എഡിറ്റ് പേജ് വന്നിട്ടുണ്ട്. നമുക്ക് പുതിയൊരു ഇത് എഡിറ്റ് ചെയ്ത് നോക്കാം. ദെൻ അപ്ഡേറ്റ്, ഒരു എറർ ഉണ്ട്, ഇന്റേണൽ സെർവർ എറർ. ഒന്നുകൂടി ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. എഡിറ്റ്, ഒരു എറർ വരുന്നുണ്ട്, ഇന്റേണൽ സെർവർ എറർ. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. അത് കാറ്റഗറി നെയിമിൽ ഒരു ഓക്കെ എൻ സ്മോൾ ലെറ്റർ ആയിരുന്നു. അത് ക്യാപിറ്റൽ ആക്കണം. ക്യാമൽ കേസിലാണ് എഴുതേണ്ട. അതിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്കെ, വേറെ കുഴപ്പങ്ങളില്ലാന്ന് തോന്നണം. നമുക്കൊന്നുകൂടി ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. യെസ്, ഷർട്ട് ന്യൂ. സോ എഡിറ്റ് കാറ്റഗറി ഓക്കെ ആയിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ബ്രാൻഡ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ബൈ.